ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ കഫീൻ്റെ കുറച്ച് ആടുകളുണ്ട്. അതിനൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മുടെ മുതലാളി വളർത്തുന്ന ആടാണ് കേട്ടോ. അപ്പോൾ ആടിനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഈത്തപ്പനത്തോട്ടം വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ആട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ആട്. പിന്നെ നമ്മുടെ ഈത്തപ്പനയും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് വീഡിയോയിൽ കാണിക്കാം. ഓരോരാഴ്ച ഞാൻ ഓരോരോ വീഡിയോ ഇടുന്നുണ്ട്. ഈത്തപ്പന കൃഷി ഇപ്പം എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഈത്തപ്പന കൃഷി. കണ്ടില്ലേ, ഓരോരോ ആഴ്ച പോകും തോറും കായ്ക്ക് നല്ല വലിപ്പം വയ്ക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിരുന്നത് ഇത്ര വലിപ്പം വന്നിട്ടില്ല, ചെറുതായിരുന്നു. ഇപ്പോൾ അതാ ഈത്തപ്പനയൊക്കെ നല്ല ഏകദേശം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, ഒരുപാട് കാച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഈത്തപ്പനയുടെ കൃഷിയാണ്. ഈത്തപ്പന, പിന്നെ വെജിറ്റബിള്, മാംഗോ, അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഇതിൻ്റെ സൈഡിലെല്ലാം നട്ടിട്ടുണ്ട്. അത്തിപ്പഴം, പിന്നെ ബർബറി, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞ് നമുക്ക് ഈ ഈത്തപ്പനയൊക്കെ നല്ല വൃത്തിയപ്പഴക്കം, അപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇട്ട് തരാം. ഇതിപ്പോൾ മുളച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇത് ബർബറി മരമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ബർബറി. പിന്നെ വേറെ ഉണ്ട് അടുത്ത് മാംഗോയുടെ, ഇതൊക്കെ മാംഗോ ആണ് കേട്ടോ. മാംഗോ ഒക്കെ നല്ല വൃത്തി പൂത്ത് കിട്ടുന്നുണ്ടല്ലേ, പൂത്ത് കായൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി അടുത്ത് ചൂടാണ്, കുറേയൊക്കെ തൊഴിയും, കുറേയൊക്കെ കിട്ടും. ഇപ്പോഴത്തെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. തണുപ്പാണെങ്കിൽ ഭയങ്കര. ഇനിയിപ്പോൾ അടുത്ത് വരുന്ന ചൂടാണ് കേട്ടോ. ഇത് അത്തിപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ, ചെടി അത്തിപ്പഴം. കണ്ടില്ലേ, അത്തിപ്പഴം കാച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കൃഷിയാണ്, ഓരോ സീസണിൽ നമ്മൾ നടുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ വഴുതലങ്ങയൊക്കെ നട്ടിട്ടുണ്ട്. വഴുതലങ്ങ അറിയാമോ, കത്തിരിക്കുക, അതാണ് ഈ സൈഡ്. അടുത്ത കൃഷിക്ക് വേണ്ടി അവിടെ ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. പിന്നെ ചെറിയ വാഴക്കന്ന് ഒരാൾ നാട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. വെക്കുന്നതൊക്കെ ഇങ്ങനെ പട്ട് പോകണമല്ലാതെ കായ്ക്കുന്നില്ല. ഇപ്രാവശ്യം എന്തോ ഒരു ചെറിയ വാഴ കൊലച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതായിക്കൊണ്ട് അത് ഇതുവരേക്കും അങ്ങനെ കൊലച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം ചൂടിൻ്റെ ഇതുകൊണ്ട് പെട്ടെന്ന് അത് ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് ഞങ്ങൾ ചാക്കിട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കാണിച്ചു തരാം. ചെറിയ ഒരു കൊലച്ചിട്ടുണ്ട്, കിട്ടിയാൽ ഭാഗ്യം. കണ്ടില്ലേ. പിന്നെ ഇവിടെ കിളികളെ ശല്യങ്ങളുണ്ട് കേട്ടോ. കിളികളൊക്കെ വന്ന് ഈ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എല്ലാത്തിനെയും കൊത്തുന്നുണ്ട്. കിളികളൊക്കെ അതാണ്ട് ഓടുന്നടില്ലേ, കിളികളൊക്കെ ഉണ്ട് കേട്ടോ. മൈനയാണത്, നാട്ടിലെ മൈന. ഇതാ ഇപ്പോൾ കാണിക്കുന്നത് ബെതിഞ്ചാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വഴുതനങ്ങ, കത്തിരിക്ക, അതിൻ്റെ കൃഷിയാണ് കേട്ടോ. കൃഷികളൊക്കെ നേരത്തെ ഒരുപാട് ഉണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.